ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം തങ്ങളാണ് ഇത് രചിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രസിദ്ധമായതും ഏറ്റവും പ്രബലമായതായ അഭിപ്രായം. ഒരു വിഷയത്തിൽ ഇതിന് മുസന്നിഫാണെന്ന ആരാണെന്ന കാര്യത്തിൽ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. നാടാകെ മാറാവാതി പടർന്നു പിടിച്ചപ്പോഴാണ് ഇത് രചിക്കപ്പെട്ടത് എന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇതിൻ്റെ ഹാഷ്യകളും ഷറകളിലൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് തൽക്കാലം നമുക്കിതിൻ്റെ മഅന വെച്ച് പഠിച്ചാൽ നമുക്ക് സുബ്ഹാനല്ലദീ, ഒരു അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു. ഈ സുബ്ഹാന എന്നുള്ള വാക്കും ഹംദിൻ്റെ സ്ഥാനത്ത് നിൽക്കും. ഹംദ് കാരണം എന്താ? അസ്സനാഉ ബിൽ ലിസാനി, നാവുകൊണ്ട് പോയിട്ട് പറയാന്നുള്ളത് തന്നെയല്ലേ. അപ്പോൾ സുബ്ഹാനല്ലദീ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണത്? അത് ഹംദ് തന്നെയാണ്. ശരിയല്ലേ? ഹംദൊക്കെ പാടെ തസ്ബീഹ് അല്ല, തസ്ബീഹൊക്കെ എന്താണ്? ഹംദാണ്. അതുലഅ ഫീ ഷഹ്രി റബീഇൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ അവൻ ഉദിപ്പിച്ചു എന്നാ അർത്ഥം. ഉദ്ദേശിക്കുന്നത് വെളിവാക്കി തന്നു. ആരെ ഉദിപ്പിച്ചു? ഖമർ നബിയിൽ ഹുദാ, നേർവഴിയുടെ നബിയാകുന്ന ചന്ദ്രനെ ഉദിപ്പിച്ചു തന്നു. വ ഔജദ നൂറഹു, ആ ഖമറിൻ്റെ നൂറിനെ അവൻ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു. ഖബല ഖൽഖിൽ ആലം, ആലമിനെ പടക്കുന്നതിൻ്റെ മുമ്പ്. അള്ളാഹ് ഒഴികെ എല്ലാത്തിനും പറഞ്ഞ പേരാണെന്ത്? ആലം. ആ ആലമിൽ നിന്ന് മുത്തരബ് നൂറല്ലാത്ത വാക്കുകളിൽ എല്ലാം പടക്കുന്നതിൻ്റെ മുമ്പ് നൂറിനങ്ങ് പടച്ചു. വസമ്മാഹു, എന്നിട്ട് ആ നൂറിനിക്ക് അള്ളാഹു പേര് അപ്പം തന്നെ കൊടുത്തു. എന്ത് കൊടുത്തത്? മുഹമ്മദാ, മുഹമ്മദ് എന്ന് പേര് നൽകി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി. വ അഖ്റജഹു, ആ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്റാജ് ചെയ്തു ഭൂലോകത്തേക്ക്. ഫി ആഖിരി സമാൻ, സമാനിൻ്റെ ആഖിറിൽ. ഇഖ്തറബത്തി സാഅത്തു വൻഷക്കൽ ഖമർന, എത്രയോ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞുപോയി. ആദം ഇസ്ലാം പടക്കേണ്ടതിന് മുമ്പും കഴിഞ്ഞു പോയി, ആദം ഇസ്ലാമിനെ പടച്ചതിന് ശേഷവും കഴിഞ്ഞു പോയി. ഖിയാമത്ത് അടുത്താണ് ആര് ജനിക്കുന്നത് തന്നെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ബാഹ്യമായ ശരീര ലോകത്തേക്ക് വരുന്നത് തന്നെ. അതാണ് ആഖിർ സമാൻ എന്ന് പറഞ്ഞത്. ആഖിർ സമാൻ എന്ന് പറഞ്ഞാൽ ഏതുള്ള ചേർത്തി നോക്കുമ്പോൾ, മുമ്പിട്ടോളം ചേർത്തി നോക്കുമ്പോൾ ആഖിർ സമാൻ. കാരണം മുമ്പ് 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാർ മുഴുവൻ ഇവിടെ ദൗത്യം നിർവഹിച്ചു പോയി. എന്നിട്ടാണ് അവസാനം ആര് വരുന്നത്? മുത്തനബി വരുന്നത്. കമാ ഖദ്ദറ, മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് തഖ്ദീർ ചെയ്തതുപോലെ ആഖിർ സമാനിൽ ഇഖ്റാജ് ചെയ്തു. വ അബ്ദാ, വെളിവാക്കുകയും ചെയ്തു. അഖ്റജ മക്കത്ത്. വ അൽബസഹു, ആ നൂറിനിക്ക് അല്ലാഹു ധരിപ്പിച്ചു. ഖിൽഅത്തൽ ജമാൽ, മൊഞ്ചിൻ്റെതായിരിക്കുന്ന മേൽവസ്ത്രം. മേൽവസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പ്രത്യേക സ്ഥാനത്ത് വെളിവാക്കാൻ ഉദ്ദേശിക്കുമ്പം അയാൾ എടുത്തു കാണിക്കാൻ വേണ്ടിങ്ങാണ്ട് പ്രത്യേകമായൊരു വസ്ത്രം ധരിക്കാൻ ഹിൽഅദാനെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഈ പ്രത്യേകമായ ഒരാളുകൾക്ക് ആലിമെന്നോ അതിൽ എന്തെങ്കിലും പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കുമ്പോൾ കൊടുക്കും. അതിന് ഹിൽഅദാനെന്നാണ് പറയാം. ആ വസ്ത്രത്തെ അങ്ങ് ധരിപ്പിച്ചു. അല്ലത്തീലം യുൽബിസ്ഹ അഹദ, ആ ഹിൽഅയെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും ധരിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ജമാലിൻ്റെ ഹിൽഅ ആർക്ക് ധരിപ്പിച്ചു? മുത്തനബിക്ക് അല്ലാഹു ധരിപ്പിച്ചു. മുത്തനബിന് എത്ര മൊഞ്ചുള്ള ഒരു പടപ്പ് അല്ലാഹ്ക്കില്ലെന്നെ. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിൻ്റെ മൊഞ്ച് കണ്ടിട്ട് പെണ്ണുങ്ങൾ കയ്യിൻ്റെ വിരൽ ചെത്തി എന്നാണ് പറഞ്ഞത്. അത് മുത്തനബിൻ്റെ മൊഞ്ചിൻ്റെ പകുതിയുള്ളൂ. അതിൻ്റെ ഡബിള് മൊഞ്ചാണ് ആർക്കുള്ളത്? മുത്തനബിക്കുള്ളത്. അസ്സലാമു അലൈക സൈനൽ അംബിയാ. ഫൗലിദ, അങ്ങനെ മുത്തുനബിയായി ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടു. ബി വജ്ഹിൻ, ഒരു വണ്ണമായ വജ്ഹോട് കൂടെ, മുഖത്തോട് കൂടെ. എന്താണ് ആ വജ്ഹ് ഇറങ്ങൾ? അഹ്ജല, അത് നാണിപ്പിച്ചു, അങ്ങനെ മാനം കെടുത്തി. ആരെ? ഖമറൻ, നമ്മൾ ഇന്നീ കാണുന്ന അമ്പിളിയെയും ഫർഖദ, വടക്കൻ നക്ഷത്രത്തെയും.
വടക്ക് ഭാഗത്ത് ഉദിക്കുന്ന ലൈറ്റുള്ള ഒരു ഇതുകൊണ്ട് ലൈറ്റ് ഇല്ലാത്ത ഒന്നുണ്ട്. ആ ലൈറ്റ് ഉള്ളതിന് ആ ഫർഖത് അറിയാം. പിന്നെ പിന്നെ അലാ ഏയ് തമ്പിഹ ഹുവല്ലദീ അള്ളാഹു മുത്തനബി യാതൊരുത്തനാണ് തവസ്തല ബിഹി ആ മുത്തനബിയെ കൊണ്ട് ഇടയാളനാക്കി ദുആ ചെയ്തു. ആര്? ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ ആ മുഹമ്മദിൻ്റെ വർക്കത്തോണ്ട് ഇഞ്ച് പുറത്തേരെന്നെ വേണട്ടോ. മനസ്സിലായില്ലേ? പിന്നെ അതൊക്കെ നീണ്ട ചരിത്രമാണ്. ആക്കി റിപ്പോർട്ട് ചെയ്ത ഹദീസ. ആദം നബി അലൈഹി സ്വലാമിൻ്റെ ആ മോൻ്റെ വാപ്പയാണ് എന്നുള്ള പത്രാസ് കാട്ടിയതാണ്. ഇല്ല വാപ്പ രണ്ടില്ല, നിങ്ങൾ വാപ്പ മക്കൻ നല്ലൊരു പാട്ടാണ് പാടിയ അതിൻ്റെ മോനാണ് കയറി. ചിലപ്പോൾ മൂപ്പരെ കാരണവരെ കുട്ടിയാണ് ഈ കാര്യം. എന്നാലും എന്താ പറയും, നമ്മളെ കുട്ടിയാണ് കയറി. അത് ഓരോരുത്തർക്ക് അവനാൻ്റെ ആളാക്കലാണല്ലോ. അതാണ് എന്താ ആദം നബി അലൈഹി സ്വലാം ഫഖ്റാണ് പറഞ്ഞു. ആരെ കൊണ്ട്? നമ്മളെ വേറെ കുട്ടിയാണ് കാരണം. വസ്തവാസ അവിടെ സ്താസ എന്ന് വായിച്ചരുത്, പുള്ളിയുള്ള വൈനാണ്. ഏട്ട് ചിലടത്തൊക്കെ ഏസാന്നൊക്കെ ഉണ്ടാവും. ഇസ്തിഗാസ നടത്തി ബിഹി ആ നബിയോട് നൂഹ് അലൈഹിസ്സലാം ഫനജാമിനർ റദാ ഹലാക്കിൽ നിന്ന്, തൂഫാൻ എന്ന് പറയുന്ന പ്രളയം എന്ന് പറയുന്ന തൂഫാനിൽ നിന്ന് ആര് രക്ഷപ്പെട്ടോ? നൂഹ് അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. വകാന സുഫി സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആ മുത്തുനബിയുടെ ഇബ്രാഹിം സ്വലാമിൻ്റെ സുൽബിലായിരുന്നു മുത്തുനബി. എപ്പം ഹീന ഉൽഖിയ ഫിന്നാർ, തീ കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അവിടുത്തെ സുൽബിലാരുണ്ടായിരുന്നു? മുത്തുനബി നൂറുണ്ടായിരുന്നു. ആയതിനാൽ ആദം ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാം വീണ്ടും ഇങ്ങോട്ട് തന്നെ മടങ്ങി കരിഞ്ഞില്ല. ഒരു തഫ്സീർ അങ്ങനെ കേട്ടോ. അപ്പോൾ സാറ ലഹുഹ ആ തീനാളത്തിൻ്റെ ആളിക്കത്തൽ ആയി മുഹമ്മദ കെടുത്തപ്പെട്ടതായി മാറി. കൊല്ലായാനാറു ഊനി ബർദം വസലാമന്നല്ല ഇബ്രാഹിം. എന്താ കാരണം? ഇത്രയും പിന്നെ നൂറാണ് ഉപര സുൽബിലുള്ളത്. കത്തിച്ച കത്ത് പിന്നെ ആമിന ബീവി കണ്ടു. ഹീന ഹമലത്ത് ബിഹി മുത്തനബിയെ കൊണ്ട് മഹദി അവറുകൾ ഗർഭിണിയായ സമയത്ത് മലായികതസ്സമായി മലക്കുകളുടെ ആകാശലോകത്തിൽ നിന്ന് വന്ന മലക്കുകളെ മദദാ സൈന്യമായ നിലയിലുള്ള മലക്കുകളെ കണ്ടു. ഓരോ മാസവും ഓരോ മലക്കുകൾ മാറി മാറി വന്നീനി. ശരിയല്ലേ? ഇപ്പോൾ വിവിധ പ്രവാചകന്മാർ വന്ന് വേറുണ്ട്, മലക്കുകൾ വന്ന് വേറെയുണ്ട്. അതാ വദഹലംബിയാവും അമ്പിയാക്കള് മഹദിയുടെ മേലിൽ പ്രവേശിച്ചു. വഹും യഖൂലൂന അവരൊക്കെ പറയുന്നുണ്ട് ലഹ മഹദി അവറുകളോട്, ഇദാ വലഅതി നീ ജന്മം നൽകിയാൽ ശംസൽ ഫലാഹി വൽ ഹുദാ വിജയത്തിൻ്റെയും നാർമാർഗത്തിൻ്റെയും ആ സൂര്യനെ നീ പ്രസവിച്ചു കഴിഞ്ഞാൽ നാം ഫസമ്മീഹി മുഹമ്മദാ അതിനെന്ത് പേരിടണം? മുഹമ്മദ് എന്ന് പേര് നൽകണം. ആമിന ബീവിക്ക് മാത്രമല്ല, പിന്നെയോ വല്യാപ്പയാവുന്ന അബ്ദുൽ മുത്തലിബിനും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേമാതിരി ഇൽഹാം ഉണ്ടായിട്ടുണ്ട്. അതാ നിൻ്റെ മോൻ അബ്ദുള്ളാക്ക് കുട്ടി ഉണ്ടാകാൻ പോകുന്നുണ്ട്, ആമിനാൻ്റെ കുട്ടി കേട്ടോ, ചില്ലറ കുട്ടിയല്ല, മുഹമ്മദ് എന്ന് പേരിടണം കേട്ടോ എന്നൊക്കെ. പിന്നെ ഖാലല്ലാഹു അസ്സ വജല്ല ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്ത് വല്ലാത്തൊരു ആയത്താണ്. മുത്തിനെ പറ്റി റഊഫുർ റഹീം എന്നാണ് പറഞ്ഞത്. അള്ളാഹിനെ പറ്റി അള്ളാഹ് റഊഫുർ റഹീം എന്ന് പറഞ്ഞാൽ അതേ ഇസ്മാരെ പറ്റി പറഞ്ഞ് മുത്തിനെ പറ്റി റഊഫുർ റഹീം എന്നാണ് പറഞ്ഞത്. വല്ലാത്തൊരു സ്ഥാനമാണത്. ഈ ആയത്തിൻ്റെ ശേഷം ഒരിക്കലായത്ത് കൂടി ഉണ്ട് കൂട്ടിയോതാം. അതിൻ്റെ തൗബ സൂറത്തിൻ്റെ അവസാനത്തിലുള്ള അതാണ്ട് രാവിലെ ചെല്ലിയാൽ വൈകുന്നേരം വരെ അവൻ മരിക്കൂല എന്നും വൈകുന്നേരം ചെല്ലിയാൽ പ്രഭാതം വരെ മരിക്കൂല എന്ന് വരെ ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചില്ലറ ആയത്തല്ലത്. അത് പതിവാക്കുന്നത് വലിയ ഫലമുള്ളതാണ്, ചില്ലറ ആയത്തല്ല. ഇൻഷാ അല്ലാഹ് ആ ആയത്തിൻ്റെ മാന നമുക്ക് നാളെ പറയാം.